മഞ്ജുവിനകത്തോട് കേട്ടണോ? വേണ്ട വേണ്ട വേണ്ട, എന്നെ കൊല്ലും. അമ്മയെ കൊല്ലുവോ? ഉറപ്പാന്നോ? കൊല്ലുമെന്ന് പറഞ്ഞു. ആ പിന്നെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ ഒരിറ്റ് കണ്ണുനീർ വരാതെ വീഡിയോ കണ്ടു എന്ന്? മഞ്ജു ഇവിടെ വന്നാല് തേവലക്കര നാട്ടിൽ കയറി കഴിഞ്ഞാല് നിന്നെ ഞങ്ങളെ വിട്ട് ശരിയാക്കും. അതുകൊണ്ട് തന്നെ നാളെ മുട്ട മണി തരുന്നുണ്ട്. ഇത് അടിച്ച് നശിപ്പിച്ചിട്ടേക്കും മൊത്തം. എല്ലാം ഇവിടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ചെലവും കാര്യങ്ങളും. പിള്ളേരെ ഇതെല്ലാം സാധനങ്ങളുണ്ടോ? ഈ ബാത്റൂം കൂടെ നിങ്ങളുണ്ടോ? ഇവിടെ 2 ഡോറുണ്ട്. ഈ അകത്തുനിന്ന് അറ്റാച്ച്ഡ് അതൊന്ന് കാണിക്കണം. അകത്തുനിന്ന് വരുന്നതാ. പറ്റാത്ത രീതിയിൽ ഈ ഡോർ അവൾ അടച്ചിടും. എന്തെങ്കിലും രീതിയിലുള്ള ഒരു മനുഷ്യത്വപരമായ ഒരു മനസാക്ഷിയുള്ള ഒരു സ്ത്രീ ചെയ്യുന്ന പരിപാടിയാണ്. രാത്രിയിൽ അമ്മയ്ക്ക് കയറാൻ പറ്റാത്തണം എന്ത് ചെയ്യും? ഇവിടെ അല്ലെങ്കിൽ അവിടുന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത കഥ അടച്ച അവിടെ ആണ് ഈ മലമൂത്ര വിസർജനം ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ ഒരിറ്റ് കണ്ണുനീർ വരാതെ വീഡിയോ കണ്ടു എന്ന്? മഞ്ജുമോൾ തോമസ് എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഭർത്തൃമാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഈ സ്ത്രീ. ഈ സ്ത്രീയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല, മനുഷ്യ പിശാച്. നമ്മളെ മനുഷ്യന്മാരിലൊക്കെ ചില ആളുകൾ ഇത്രയും മനുഷ്യത്വമില്ലാതെ ഇതുപോലത്തെ ആളുകളുണ്ടോ? സങ്കടം തോന്നാണ്. ആ ഭർത്തൃമാതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാല് സത്യമായിട്ട് കരഞ്ഞു പോകും. ആ ഒരു തള്ളിന് മുഖം അടിച്ചിട്ടാണ് വീഴുന്നത്. വല്ലാത്ത സങ്കടമുള്ള ഒരു കാര്യം. പക്ഷെ ഇതിനെതിരെ അവിടെയുള്ള നാട്ടുകാര് എല്ലാവരും, അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും അവരുടെ വീട്ടിൽ വന്നിട്ട് അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. ഇനി പുറം ലോകം കാണിക്കരുത്. സത്യം എന്തൊക്കെ പറയാൻ തോന്നുന്നുണ്ട് മനസ്സില്. പക്ഷെ എങ്ങനെയാ ഈ സോഷ്യൽ മീഡിയയില് എങ്ങനെ പറയാന്ന് വെച്ചിട്ടാ അത്രക്കും പറയാൻ തോന്നുന്നുണ്ട്. വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അതായത് അവർക്ക് ജീവിക്കാനുള്ള സ്വത്തും മുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് എന്തിന് ആ TV കാണാൻ അവിടെ ഇരുന്നപ്പോ അവിടുന്ന് ഇറങ്ങി പോടി എന്നാ പറഞ്ഞത് അമ്മേനോട്. 80 വയസ്സുള്ള അമ്മയോട് പറയാണെന്ന് അവിടുന്ന് ഇറങ്ങിപ്പോ. വീഡിയോ കണ്ടില്ലേ, ഒരു സ്ത്രീ ഡ്രസ് നോക്കി കാണിക്കുന്ന പറയുമ്പോൾ അവരുടെ ലൈംഗിക വൈകൃതം നേരത്തെ ഇതേ വീഡിയോ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, നേരത്തെ വീഡിയോ ഉണ്ടായിട്ടുണ്ട്. ഈ തുണി പോയി കണ്ടു. ചേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും കാണുന്നില്ല, ആർക്കും ഇറങ്ങാൻ പറ്റില്ല. ഒരു സ്ത്രീ കൊടുക്കുന്ന പരാതിക്ക് മാത്രമേ ഒരു ഇത് കാണും. അറിയാലോ അവർ കൊടുക്കുന്ന പരാതി എങ്ങനെയാണ്. പോക്സോ വിധി ബന്ധം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ അവർ കേസെടുക്കാൻ ഒരുങ്ങി. അതെന്താ അതെല്ലാം കണ്ടിരുന്ന് അടിക്കണം, മറക്കണോ? ഞങ്ങളെല്ലാം ഉണ്ടായിട്ടില്ല. നീ ഇപ്പൊ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ തിരിച്ചാവത്തില്ല, ജയിലിൽ പോയി കിടക്കത്തില്ലായിരുന്നു. അതെന്താ മനസ്സിലാക്കാത്തത്? കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് ഇവന്റെ ഫോൺ മേടിച്ച് ഞങ്ങൾ അവന്റെ ഒരു ഫോൺ അവളെ 2 ഫോൺ ഒരു ഫോൺ അവള് വാങ്ങിച്ചു വെച്ചിരിക്കുക. 2ാമത്തെ ഫോൺ ഞാൻ മേടിച്ച് കഴിച്ചിരിക്കുക. അവിടെ ബന്ധുക്കൾ ആൾക്കാർ കിടന്ന് വിളിക്കുക കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ അറിയോ? നിരന്തരം ഇയാളെ പിടിച്ച് ഭീഷണിപ്പെടുത്തും. ഇത് 1ാമത്തെ 2ാമത്തെ പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾക്കൊന്നും ഇടപെടാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇയാള് കോംപ്രമൈസ് ആവും. ഇയാള് നിരന്തരം കോംപ്രമൈസ് ആവുന്ന കാരണം നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അല്ല, ഞങ്ങൾ ഈ വിഷയം ഞാൻ ചെടിച്ചട്ടി തലക്കടിച്ചു കണ്ടിരുന്നത് ഞാൻ ദൃസാക്ഷിയാ. ആ ദൃസാക്ഷിയായി ഞാൻ ഇയാളുടെ നിന്ന് പറഞ്ഞ് ഇത് പ്രശ്നം രൂക്ഷമാക്കിയപ്പം അവര് വേറെ തലത്തിൽ ഇടപെട്ട് അത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ പ്രശ്നം പരിഹരിച്ചു തീർത്ത്. പിന്നെ എനിക്ക് തെളിവില്ല പുറത്തോട്ട് എത്തിക്കാൻ. തെളിവില്ലാത്തൊരു വിഷയത്തിൽ ഞാൻ പൊട്ടനായി പോകത്തില്ലേ? നമ്മൾ വിളിച്ചൊരു കാര്യത്തെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ഉടുപ്പ് വരാൻ പറഞ്ഞപ്പോഴും പിന്നെ ഈ ചില മൊഴിമാറ്റം അതിന് ആ ഇൻഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞ അതിന്റെ ഒരു സൂചന അതാണ് സംഭവം. ഇൻഡെക്സ് മനസ്സിലായി. ഇതിനകത്ത് ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ തന്നെ കാണുന്നില്ല, അങ്ങോട്ട് ആൾക്കാർ വിളിച്ചോണ്ട് ഇങ്ങോട്ട്. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. നടക്കുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയും മോനും ആയിക്കോണം. അല്ലെ, ഞാന് ശ്യാമണ്ണന് ഒറ്റ സ്റ്റാൻഡ് ചെയ്യുന്നോണ്ട് ഇപ്പൊ കേസ് എടുത്തത്. അയാള് കേസെടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ദേശീയ വനിതാ കമ്മീഷനെ വിളിച്ചിട്ട് പറയും ഇവളെ ഇവിടെ കൊല്ലാൻ പോകുന്നു. ഫേക്ക് ആയിട്ട് സ്ഥിരം നടക്കുന്ന നാടകമാണ്. അതാണ് ഇപ്പൊ ഇവിടെ പൊളിച്ചടിക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ നമ്മുടെ കിട്ടിയ കാര്യം. ഞങ്ങള് ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ഇയാളുടെ ഭാഗത്ത് തെറ്റാന്ന് പറഞ്ഞിരുന്നേ. ഞങ്ങളും അവരുടെ പക്ഷത്ത് നിന്ന ആളാണ്. ഒരു വീഡിയോ ഉണ്ടായോണ്ട് അവര് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് തെളിവെന്തോ. സ്ത്രീകളെ പറയുന്നതിന് മാത്രമാണ് വില എന്ന് പറയുന്നത് ന്യായമല്ല. ഇപ്പൊ എവിഡൻസ് വെച്ചിട്ടുണ്ടല്ലോ, നടപടി എടുക്കും. അവള് നിസ്സാരക്കാരെന്നല്ല, ഡബിൾ MA കാരിയാ, വിവരം വിദ്യാഭ്യാസം ഉണ്ട്, മുംബൈ സെറ്റിൽഡ് ആയിരുന്നു, ലോകം കണ്ടോളാണ്, ബോൺ ക്രിമിനൽ അവള്, അറിയോ, വെൽ സെറ്റിൽഡ് ആയിരുന്നു അവള്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ 6 വയസ്സുള്ള കൊച്ചിനെ മൊഴി പഠിപ്പിച്ച് പോലീസുകാർ വന്ന് ഈ കഥവ് പൂട്ടി ഇവിടെ വരെ പുറത്താക്കിയിട്ട് കഥവ് തുറക്കുന്നത് ആദ്യം ആ പൊടിക്കുഞ്ഞു എന്ന് പറഞ്ഞത് ഇവനെതിരെ മൊഴി പറഞ്ഞ ഇവനെ അകത്താക്കാൻ എന്തുവാ
ഇവൻ ലൈംഗികമായിട്ട് ആ കുഞ്ഞിനെ 6 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം അകത്താകാൻ നോക്കി. വന്ന പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ഇന്റലിജന്റ് ആയതുകൊണ്ട് അവർക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് അവരത് ഗവനിച്ചില്ല. ഞങ്ങളും പറഞ്ഞ് ഇത് ഫേക്ക് ആണെന്ന്. നാട്ടുകാർ പറയുന്നത് സത്യമാണ്. കാരണം ഈ ഡിജിറ്റൽ തെളിവില്ലെങ്കിൽ ഇയാൾ അകത്തു പോയനെ. ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന അത്ര മോശമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയാണ്. ഇതൊക്കെ ഒരു സ്ത്രീയാണോ മനുഷ്യ പിശാച്? എനിക്ക് അത്ഭുതം. ഇതാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഇനിയൊക്കെ സ്കൂളിന്റെ അകത്തേക്ക് കാല് തൊടാൻ വിടരുത്. അതിന് പോട്ടെ, അതിന് പുറലോകം കാണിക്കരുത്. ഇതിനൊക്കെ മഞ്ജുവിനകത്തോട് കേട്ടണോ? വേണ്ട വേണ്ട വേണ്ട, എന്നെ കൊല്ലും. അമ്മയെ കൊല്ലുവോ? ഉറപ്പാന്നോ? കൊല്ലുമെന്ന് പറഞ്ഞു. ആ പിന്നെ നാട്ടുകാർ ഉള്ള കാര്യം പറയാണ്. ഇത് പേരെന്തോ അതിന്റെ മഞ്ജു ഇവിടെ വന്നാല് തേവലക്കര നാട്ടിൽ കയറി കഴിഞ്ഞാല് നിന്നെ ഞങ്ങൾ ഇവിടെ ശരിയാക്കും. അതുകൊണ്ട് തന്നെ നാളെ മുട്ട മണി തരുന്നുണ്ട്. നാളെ രാവിലെ 10 മണി വരെ സമയമുണ്ടെങ്കിൽ ആ ചവറ സ്കൂളിൽ നിന്ന് അവിടെ പേര് വെട്ട് മാറ്റിയിലേക്ക് സ്കൂളിന് മുട്ട മണി വരുന്നുണ്ട്. നോക്കിക്കോ. ആ എന്റെ പൊന്നിയേട്ടാ, അപാര സാധനം കേട്ടോ. ഈ അമ്മയാണ് അടിക്കാൻ തോന്നിയത്. ആകെ മെലിഞ്ഞ് ആകെ അത്രയുള്ള ചെറിയൊരു മനുഷ്യൻ. ഈ അമ്മയൊക്കെ എങ്ങനെ അടിക്കാൻ തോന്നുന്നത്? ഇതിന്റെ ഒക്കെ മനസ്സെന്താണ് മനുഷ്യ പിശാച്? അതിന്റെ ആ മക്കളുണ്ടല്ലോ, മക്കളോട് അടിക്കാൻ പറഞ്ഞത്. ആ മക്കളോട് അടിക്കാൻ പറഞ്ഞ മക്കൾ അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങള്. ഈ മക്കളൊക്കെ നാളെ എന്താ പറയാ, നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ നരകിച്ചിട്ടേ മരിക്കുള്ളൂ ഈ ലോകത്തുനിന്ന്. നല്ല രീതിയിൽ നീ പോവില്ല. സത്യം പറയാണ്. പറയുമ്പോൾ പുഴുവരിച്ച് മരിക്കുന്ന അറിയുന്നില്ലേ, അതേ രീതിയിൽ മരിക്കും സ്ത്രീ. അത്രക്കും കലിപ്പാണ്. സത്യം പറയാണ്. എനിക്ക് മനസ്സിന്ന് പോകുന്നില്ല അമ്മ വീഴുന്ന ആ വീഡിയോ കണ്ടപ്പോ. അമ്മയ്ക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലിട്ട് ബാത്റൂമിൽ പോകണമെങ്കിൽ ആ റൂമിൽ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അവർ അന്നേരം അടി കൊടുക്കും. തല്ലി തകർത്തിട്ടേക്ക് കൊടുക്കും. ഇത് അടിച്ച് നശിപ്പിച്ചിട്ടേക്കും അത് മൊത്തം. എല്ലാം ഇവിടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ചെലവും കാര്യങ്ങളും. പിള്ളേരെ ഇതെല്ലാം സാധനങ്ങളുണ്ടോ? ഈ ബാത്റൂം കൂടെ നിങ്ങളുണ്ടോ? ഇവിടെ 2 ഡോറുണ്ട്. ഈ അകത്തുനിന്ന് അറ്റാച്ചിടുന്ന അതൊന്ന് കാണിക്കണം. അകത്തുനിന്ന് വരുന്നതാ. ആ പറ്റാത്ത രീതിയിൽ ഈ ഡോർ വളർച്ചിടും. എന്തെങ്കിലും രീതിയിലുള്ള ഒരു മനുഷ്യത്വപരമായ ഒരു മനസാക്ഷിയുള്ള ഒരു സ്ത്രീ ചെയ്യുന്ന പരിപാടിയാണ്. രാത്രിയിൽ അമ്മയ്ക്ക് കയറാൻ പറ്റാത്തണം എന്ത് ചെയ്യും? ഇവിടെ അല്ലെങ്കിൽ അവിടുന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത കഥ അടച്ച അവിടെ ആണ് ഈ മലമൂത്ര വിസർജനം ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് മടുത്ത അവസാനം ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ തൊട്ടാണ് ഈ വിഷയമാവുന്നത്. ഇന്നലെ ഞാനിത് പരമാവധി ഒരുപാട് വിഷയങ്ങൾ കാണുമ്പോഴും ഒരു കുടുംബം തകരണ്ടാകുന്നവർ ഞങ്ങളെല്ലാവരും മാക്സിമം ഇതിനെ ഒരു കവർ ചെയ്ത് പോട്ടെ എന്നും പറഞ്ഞ് നിൽക്കും. ആ ചെറുപ്പക്കാരൻ എന്തോ ഇതെല്ലാം കണ്ട് മനോവിഷമത്തിൽ എന്തോ ചെയ്യും? അവനൊന്ന് സിഗരറ്റ് വലിയ വെച്ച് മദ്യം കഴിച്ചിട്ടോ അവൻ അവൻ ശരിക്കും മാനസികമായിട്ട് തകർന്നു കിടക്കുക. അപ്പൊ ഇതങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു നടപടിയിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഒരിക്കലും ഇതിനകത്തൊരു നടപടി എടുത്തില്ല. നമ്മളെല്ലാം പറയുന്ന കള്ളത്തരവും അവളങ്ങ് അഭിനയിക്കും. അയ്യോ അങ്ങനല്ല, ഇങ്ങനെയാണ്, മറ്റേയാണ്, ഞാൻ പാവമാണ്, ഞാൻ പോലീസിലെ ജോലി, പോലീസുകാരെല്ലാം ഭീകരവാദികൾ ഇവിടെ പറയുന്നതാണ്. ഇവരുടെ വീഡിയോയുടെ അടിയിൽ ചില കമന്റ്സുകൾ കണ്ടിരുന്നു. അതായത് വീഡിയോ എടുക്കുന്ന സമയം പോയി ഒന്ന് പിടിച്ചുകൂടായിരുന്നില്ലേ? പക്ഷെ ആ പിടിച്ചിരുന്നെങ്കിൽ പിടിക്കണം, രക്ഷിക്കണം, സംഭവം ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ഡിജിറ്റൽ തെളിവില്ലായിരുന്നെങ്കിൽ അയാൾ അകത്തു പോയനെ. നാട്ടുകാരെ എല്ലാവരും വിചാരിച്ചത് ഇയാളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. പക്ഷെ ഈ വീഡിയോ തെളിവുള്ളത് കൊണ്ടാണ് ഇപ്പം പുറം ലോകം അറിഞ്ഞത്, എല്ലാവരും നാട്ടുകാരെ മൊത്തമായിട്ട് അറിഞ്ഞത്. പക്ഷെ ഈ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഈ അമ്മയെ അവൾ കൊല്ലുമായിരുന്നു. ഈ അമ്മ തന്നെ പറഞ്ഞില്ലേ അവൾ എന്നെ കൊല്ലു എന്ന്. പക്ഷെ എന്തായാലും ഈ തെളിവ് നന്നായി. അത് മാത്രമല്ല, ഇതൊരു അധ്യാപികയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഈ മനുഷ്യ പിശാച് എന്താ ഇതിനൊക്കെ പറയാ? ഇവിടെ ഇവർ പറഞ്ഞ പോലെ തന്നെ ആ സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കാൻ വിട്ടാല് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധിക്കണം. എന്നാലും ഇവിടെ എല്ലാവരും ആ വീട്ടിൽ മൊത്തമായിട്ട് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്, ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രതികരിക്കണം. കാരണം എന്താ പറയാ, ഇത്രയും എന്താ പറയാ, നമ്മളെ നെഞ്ച് തകർന്നു പോയിട്ടുണ്ട്. ആ അമ്മ മുഖം അടിച്ച് വീഴുന്നത് കണ്ടപ്പോ നെഞ്ച് തകർന്നു പോയിട്ടുണ്ട്. നമ്മൾക്കൊക്കെ അമ്മമാരുള്ളതാണ്. നമ്മളൊക്കെ ഇത്രയും പോറ്റി വളർത്തി വലുതാക്കിയിട്ട് എങ്ങനെയാണ് അമ്മമാരൊക്കെ ഇങ്ങനെ അടിക്കാൻ തോന്നുന്നത്?